ICM എന്നുള്ള ഒരു പുതിയ നരേറ്റീവിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ആ നരേറ്റീവിൽപ്പെട്ട ചില കോയിനുകൾ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുകയും അത് തരക്കേടില്ലാത്ത റിട്ടേൺസ് തരികയും ചെയ്തു. അപ്പോൾ സ്ഥിരമായി കുറേ യൂസേഴ്സ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇത്രയും കോയിനുകൾ എവിടെ നിന്നാണ് മേടിക്കുക, എങ്ങനെയാണ് മേടിക്കുക എന്നുള്ളത്. സൊലാനയ്ക്ക് ജൂപ്പിറ്റർ, റേഡിയം അങ്ങനെ പല ഡെക്സുകൾ ഉണ്ടെങ്കിലും ചിലപ്പോൾ ഈ കോയിനുകളൊന്നും അവിടെ എത്തില്ല. കാരണം അതിനും വളരെ നേരത്തെയാണ് നമ്മൾ പലപ്പോഴും കോൾ കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണിത് മേടിക്കുക എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ വീഡിയോ. സൊലാനയിൽ ഇങ്ങനെ പുതിയ കോയിൻ തപ്പി നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരു വളരെ നല്ലൊരു ടൂൾ, അതായത് ആക്സിയം എന്ന് പറയുന്ന ഒരു ടൂൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ആ ടൂൾസ് വളരെ യൂസർ ഫ്രണ്ട്ലിയും ഒരുപാട് ഇൻഫർമേഷൻസ് ഒരു സിംഗിൾ വിൻഡോയിൽ തരുന്ന ഒരു ടൂളുമാണ്. അപ്പോൾ ആ ടൂൾ യൂസേഴ്സിന് പരിചയപ്പെടുത്തിയാൽ എങ്ങനെയാണ് സൊലാന എക്കോസിസ്റ്റത്തിലുള്ള കോയിനുകൾ വളരെ പെട്ടെന്ന് ക്വിക്കായിട്ട് മേടിക്കുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സൊലാനയിൽ ലോഞ്ച് ആവുന്ന കോയിനുകൾ എങ്ങനെ പെട്ടെന്ന് മേടിക്കണം എന്നറിയുന്നതിനായി ലെറ്റ്സ് ഡൈവ് ഇൻടു ദ വീഡിയോ അലോങ് വിത്ത് മീ ഫെബിൻ ആൻഡ്രൂസ്. ഡീറ്റെയിൽഡ് പ്രോസസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു ഇൻട്രോ. ഈ വീഡിയോ ആക്സിയം എന്നുള്ള ടൂള് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതല്ല. ഇത് ഒരിക്കലും ഒരു പെയ്ഡ് വീഡിയോയും അല്ല. കുറേ പേര് എങ്ങനെയാണ് സൊലാനയിൽ നല്ല ട്രേഡ്സ് എടുക്കുക, പെട്ടെന്ന് എടുക്കുക എന്നുള്ള ചോദ്യത്തിന് ഉള്ളൊരു ഉത്തരം എന്നോണം വളരെ ഈസി ആയിട്ടുള്ള ഒരു ടൂള് പരിചയപ്പെടുത്തുക മാത്രമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇഷ്ടമുള്ള ടൂള് ഉപയോഗിക്കാം. ഓക്കെ, ഒന്നാമത് ആക്സിയം എന്ന് പറയുന്നത് ഒരു ഡെക്സോ അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് അഗ്രിഗേറ്ററോ അല്ല. ഇത് ഒരു പ്രൈവറ്റ് ഫേമാണ്, ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക് എൻഡിൽ എല്ലാ ഡെക്സുകളുമായിട്ടും കണക്ഷൻ ഉണ്ട്. അത് മാത്രമല്ല, ഇവർ സൊലാന എക്കോസിസ്റ്റത്തിൽ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത് ഓൺ ചെയിൻ ഇൻഫർമേഷൻ ഒരു സിംഗിൾ സ്ക്രീനിൽ കാണിക്കുന്ന ഒരു ടൂളാണ് ആക്സിയം പ്രോ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? ഈ സ്ക്രീൻ, അതായത് ഈ ടൂള് പല ഡെക്സുകളുമായിട്ടും ഓൾറെഡി കണക്റ്റഡ് ആയിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്നൊരു ബൈ ഓർഡർ കൊടുത്താൽ അത് എല്ലാ ഡെക്സിലും തിരഞ്ഞ് ഏറ്റവും നല്ല ഓർഡർ നോക്കി മേടിക്കും. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്, പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷൻസുമായിട്ടും ഈ ടൂളിന് ലിങ്ക് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ pump.fund, ബിലീവ് ആപ്പ്, അങ്ങനെയുള്ള ലോഞ്ച് പ്ലാറ്റ്ഫോംസുമായിട്ടും ഇതിന് ബാക്ക് എൻഡിൽ കണക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ പ്ലാറ്റ്ഫോമിലും വരുന്ന കോയിൻസുകളെല്ലാം ഒരു സിംഗിൾ വിൻഡോയിൽ കാണാം എന്നുള്ളത് മാത്രമല്ല, ഏത് ഡെക്സിലുള്ള കോയിൻസും ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിൽ മേടിക്കുക എന്നുള്ളതും ഈ ടൂളിൻ്റെ ഒരു പ്രത്യേകതയാണ്. കറൻ്റ്ലി ഈ ടൂള് സൊലാന ബ്ലോക്ക് ചെയിനുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ കൂടുതൽ ഫീച്ചേഴ്സ് ഇവർ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പിന്നീടുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഈ ടൂൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ് axiom.trade എന്നുള്ള ലിങ്കിൽ പോയി ഒരു അക്കൗണ്ട് തുടങ്ങുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ പോലെ ഇതിനൊരു ലോഗിനും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യണം. കാരണം ഇതൊരു സെക്സ് ആണ് ബേസിക്കലി. ഓക്കെ, അപ്പോൾ അതിൽ ലോഗിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും എൻ്റെ റെഫറൽ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗിച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. axiom.trade എന്നുള്ള ലിങ്ക് വഴി നിങ്ങളിവിടെ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ലോഗിൻ ക്ലിക്ക് ചെയ്ത് ഒരു അക്കൗണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ഒരു ലോഗിൻ ഉണ്ടാക്കാം. അതിനുശേഷം നമ്മൾ എല്ലായിടത്തും ചെയ്യുന്നത് പോലെ തന്നെ ഒരു വാലറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഈ ടൂള് ഒരു സ്വന്തം വാലറ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആ വാലറ്റിൽ നിന്നാണ് ബാക്കി എല്ലാ കാര്യങ്ങളും മേടിക്കുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നത്. റിമെമ്പർ, ഈ ടൂൾ ഒരു സെൻട്രലൈസ് ടൂൾ ആണെങ്കിലും ഇത് പക്ക ഒരു ഡെക്സ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് വാലറ്റ് കണക്ട് ചെയ്തിട്ട് വാലറ്റിൽ നിന്ന് മറ്റ് ഡെക്സിൽ പോയി മേടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫങ്ഷനാലിറ്റി. അപ്പോൾ ഇതിന് സ്വന്തമായിട്ടൊരു വാലറ്റ് വേണം, എന്നിട്ട് നമ്മൾ അതിനെ ഫണ്ട് ചെയ്യണം. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു സ്ക്രീനാണ് കിട്ടുക. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ സൈഡിൽ ഇവിടെയാണ് നമ്മുടെ വാലറ്റ് നമുക്ക് കാണാൻ പറ്റുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കോൺട്രാക്ട് അഡ്രസ്സ്, ഒരു നല്ല കോയിൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എങ്ങനെ അത് മേടിക്കാം എന്നുള്ളതാണ്. അത് വളരെ ഈസിയാണ്. നമ്മുടെ കോൺട്രാക്ട് അഡ്രസ്സ് കിട്ടുന്ന സോഴ്സിൽ നിന്നും കോപ്പി ചെയ്യുക. ഈ എക്സാമ്പിളിൽ പറയുകയാണെങ്കിൽ ടെലിഗ്രാമിൽ ഞാൻ ഇന്ന് കൊടുത്ത ഒരു കോയിനാണ് ഫറവോ എന്ന് പറയുന്നത്. അഡ്രസ്സ് എടുത്ത ശേഷം ഇതിൻ്റെ സെർച്ച് ബാറിൽ ഈ കാണുന്ന പോലെ സെർച്ച് ചെയ്താൽ ആ ടോക്കണിനെ കുറിച്ച് വരുന്നതാണ്. അപ്പോൾ ഈ ടോക്കൺ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ചാർട്ട് ലോഡ് ചെയ്യും. ചാർട്ട് ലോഡ് ചെയ്ത ശേഷം പിന്നെ വളരെ ഈസിയാണ് ബൈ ചെയ്യാനായിട്ട്. ഇവിടെ ബൈ ബട്ടൺ ഉണ്ട്. നമുക്ക് വേണ്ടുന്ന എമൗണ്ട് 0.01 അല്ലെങ്കിൽ 0.1 എന്ന് മേടിക്കുക.
ആൻഡ് ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി അത് മേടിച്ച് നമ്മുടെ വാലറ്റിൽ അത് സ്റ്റോർ ചെയ്യുന്നതാണ്. ഇത് സൊലാന നെറ്റ്വർക്കിലുള്ള ഏത് ടോക്കൺ കൊടുത്താലും ഈ സെർച്ച് ബാറും ഈ ബൈ ബട്ടണും ഉപയോഗിച്ച് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. ഒരേ ഒരു കാര്യം, ഈ കോയിൻ സൂക്ഷിച്ചു വെക്കുന്നത് ഇവരുടേതായ വാലറ്റിലാണ്. നിങ്ങൾക്കത് ട്രാൻസ്ഫർ ചെയ്യുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യാം, അതൊക്കെ വേറെ കാര്യം. ഇനി ഒരു കോൺട്രാക്ട് അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ ആ ടോക്കണിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കുന്നതിനും ഈ കാണുന്നതാണ് ഫറവോ എന്ന് പറയുന്ന ടോക്കണിൻ്റെ സ്ക്രീന്. ഇവിടെ നമുക്ക് ഈ ഒരു യൂഷ്വൽ ട്രേഡിംഗ് പാനൽ പോലെ കാണും. അതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കുള്ള ഓർഡേഴ്സും നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ള ഓർഡേഴ്സും അതിലെ കറണ്ട് ഹോൾഡേഴ്സിൻ്റെ ലിസ്റ്റും കാണാം. അപ്പോൾ ഈ ടോക്കൺ അനലൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ ഈ വിൻഡോ വളരെ വൃത്തിയായിട്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ എത്രത്തോളം ഹോൾഡേഴ്സ് ഉണ്ട്, ഓരോരുത്തരും എത്ര പെർസെൻറ്റേജ് സൂക്ഷിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൂടാതെ ഇതേ വാലറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഒരു ബബിൾ മോഡലിൽ റൈറ്റ് സൈഡിൽ കാണാം. അപ്പോൾ ഇത് നോക്കിയാൽ നമുക്കറിയാം എത്രത്തോളം വാലറ്റുകളിൽ എത്രത്തോളം എമൗണ്ട് ഉണ്ട്, ഏതെങ്കിലുമൊക്കെ വാലറ്റിൽ ഹ്യൂജ് കളക്ഷൻസ് ഉണ്ടോ, അതോ ഇത് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ, ഡെവലപ്പേഴ്സ് എത്ര ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നിന്ന് കിട്ടും. ഇതിൻ്റെ പ്രധാന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ടോക്കൺ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, ഇതിൽ ബണ്ടിൽസ് ഉണ്ടോ, അതോ ഡെവലപ്പേഴ്സ് കൂടുതൽ ഫണ്ട് ലോക്ക് ആക്കിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ഇത് സഹായിക്കും. പിന്നീട് ഉള്ള ഒരു ഫീച്ചറാണ് ടോപ്പ് ട്രേഡേഴ്സ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടോക്കൺ ടോപ്പായിട്ട് ട്രേഡ് ചെയ്തിട്ടുള്ള എല്ലാ അഡ്രസ്സുകളും കാണിക്കും. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ അഡ്രസ്സുകളിൽ നമ്മൾ പോയി ക്ലിക്ക് ചെയ്താൽ ഇവരുടെ ബാക്കി കോയിൻസ് ഏതാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, താങ്കൾ കോയിൻസ് അനലൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ടൂളിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് ഏതെങ്കിലും ഒരു ടോക്കൺ എടുക്കുക, അതിനെക്കുറിച്ച് അതിൻ്റെ ഹോൾഡേഴ്സിനെ കുറിച്ച് പഠിക്കുക, ആ ഹോൾഡേഴ്സിൻ്റെ ബാക്കി ടോക്കണുകളെ കുറിച്ച് പഠിക്കുക, അതിൻ്റെ റിട്ടേൺസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു ട്രസ്റ്റ് വർത്തിനെസ് കിട്ടാൻ സഹായിക്കും. ഈ പേജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ട്വിറ്റർ ഫോളോവേഴ്സും ട്വിറ്റർ ഡീറ്റെയിൽസും കിട്ടും. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ഈ പ്രൊഫൈൽ ഏറ്റവും പുതിയതാണ്, 115 ഫോളോവേഴ്സേ ആകെയുള്ളൂ. പക്ഷേ നമ്മൾ ഈ പ്രൊഫൈൽ തുറന്ന് നോക്കുമ്പോഴാണ് ഇതിൻ്റെ ജെന്യൂനിറ്റി എന്താണ്, എങ്ങനെയാണെന്നൊക്കെ ഒരു ഏകദേശം ഐഡിയ കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ വെബ്സൈറ്റ് തുറന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നോക്കുമ്പോൾ നമുക്കറിയാം ഇവരിവിടെ ലോഞ്ച് കോയിനിൽ ലോഞ്ച് ചെയ്തത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ അനാലിസിസിൻ്റെ ഭാഗമാണ്. ആവശ്യമുള്ളത് അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്തത് തള്ളിക്കളയുക. ഇവിടെയും സ്കാംസ് ഉണ്ട്, അതുകൊണ്ട് തറോ അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എവിടെ നിന്നൊക്കെയാണ് ഇതിൽ കോയിൻസ് വരുന്നത്. ഞാൻ പറഞ്ഞു സൊലാന എക്കോസിസ്റ്റം മോണിറ്റർ ചെയ്യുന്നതിനുള്ള ഒരു നല്ല ടൂളാണ് ഇതെന്ന്. നമ്മൾ പറഞ്ഞു വന്നത് എങ്ങനെ ടോക്കൺ മേടിക്കാം എന്നുള്ളതാണെങ്കിലും ടൂൾസിനെ പരിചയപ്പെടുത്തുന്ന സ്ഥിതിക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട 1-2 ഫീച്ചേഴ്സും കൂടി പറയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള സെക്ഷൻ. സൊലാനയിൽ ലോഞ്ച് ചെയ്യുന്ന പ്രധാന ലോഞ്ച് പാഡുകളെല്ലാം ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നതിനാണ് ഇവിടുത്തെ രണ്ടാമത്തെ ടാബായ പൾസ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, പൾസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് 3 സെക്ഷൻസ് ആയിട്ട് കിട്ടും. ഈ 3 സെക്ഷൻസിൽ നോക്കിയാൽ ഇവർ കോയിൻസിനെ പല റേഞ്ചിൽ ഇട്ടിട്ടുണ്ട്. പുതിയതായിട്ട് വരുന്ന എല്ലാ കോയിൻസും സെക്കൻഡ്സുകൾക്കകം ഇവിടെ ലിസ്റ്റാകും, ആദ്യത്തെ കോളത്തിൽ ലിസ്റ്റാകും. അത് കഴിഞ്ഞ് കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്ന കോയിൻസ് ഇവിടെ ലിസ്റ്റാകും. പിന്നീട് ഫുള്ളി മെച്യൂർഡായി മറ്റ് ഡെക്സുകളിലേക്ക് ലോഞ്ച് ആകുന്ന കോയിൻസ് ഇവിടെ ലിസ്റ്റാകും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ടോക്കൺ നമ്മൾ സ്ഥിരമായിട്ട് മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല കോയിൻസ് ലോഞ്ച് ആകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഒരു കാര്യം ഓർക്കേണ്ടത്, ആർക്കും ടോക്കൺ ലോഞ്ച് ചെയ്യാം എന്നുള്ളത് കൊണ്ട് 98-99% കോയിൻസും സ്കാം ആയിരിക്കും. അപ്പം നല്ല കോയിൻസ് കണ്ടുപിടിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്, പക്ഷേ തിരഞ്ഞാൽ കിട്ടുന്നതിനുള്ള സാധ്യത ഇവിടെയാണ് ഏറ്റവും കൂടുതൽ. ഇനി ഇതിൽ തന്നെ ഓരോ എക്കോസിസ്റ്റം അനുസരിച്ച് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഓരോ ബ്ലോക്കിൻ്റെയും അറ്റത്തുള്ള സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ബാക്ക് എൻഡിൽ സപ്പോർട്ട് ചെയ്യുന്ന ലോഞ്ച് പാഡുകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ താങ്കൾ ഒരു മീം കോയിൻ ഹണ്ടർ ആണെങ്കിൽ താങ്കൾക്ക് pump.fund മാത്രം എനേബിൾ ചെയ്തിട്ടാൽ മതി. ഇപ്പോൾ ഞാൻ ICM എന്നുള്ള നെറേറ്റീവാണ് ഇപ്പോൾ നോക്കുന്നത്, അതുകൊണ്ട് ഞാൻ ലോഞ്ച് കോയിനാണ് എൻ്റെ ഫോക്കസ്. ഇനി ഇത് കൂടാതെ താങ്കൾക്ക് മെറ്റീറ എന്ന് പറയുന്ന ഡെക്സിൽ ലിസ്റ്റ് ആവുന്ന കോയിൻസ് അറിയണം, ഇതൊന്നും അല്ലെങ്കിൽ അത് എനേബിൾ ചെയ്യാം. അതല്ലാതെ സൊലാന എക്കോസിസ്റ്റം മൊത്തം അറിയണമെങ്കിൽ ഇതെല്ലാം എനേബിൾ ചെയ്തിട്ടാലും മതി. ഓക്കെ, അത് കൂടാതെ ഇതിന് ഫർദർ ഫിൽറ്റേഴ്സൊക്കെ ഉണ്ട്. എത്ര നാളായി, എത്ര ആൾക്കാർ ബൈ ചെയ്യുന്നുണ്ട്, ഡെവ് ഫണ്ട് എത്ര പെർസെൻറ്റേജ് ഉണ്ട്, അപ്പോൾ അതൊക്കെ ഫിൽറ്റർ ചെയ്തെടുക്കാനും പറ്റും നമുക്ക്. അതായത് ഡെവ് പെർസെൻറ്റേജ് 10% കോയിനുള്ളതൊന്നും നമുക്ക് വേണ്ട, അല്ലെങ്കിൽ മിനിമം ഒരു 1000 വാലറ്റ് ഉള്ളത് മതി, മാർക്കറ്റ് ക്യാപ്പ് ഇത്ര ഉള്ളത് മതി, അങ്ങനെ ഒരുപാട് ഫിൽറ്ററിങ് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കറൻ്റ്ലി
ഞാൻ ICM നെഗറ്റീവ് മാത്രം നോക്കുന്നതുകൊണ്ട് ഞാനിതിൽ ലോഞ്ച് കോയിൻ മാത്രമേ എനേബിൾ ചെയ്ത് വെച്ചിട്ടുള്ളൂ. താങ്കളൊരു മീം ലവർ ആണെങ്കിൽ pump.fund ബാക്കിയെല്ലാം എനേബിൾ ചെയ്യാവുന്നതാണ്. അതുമല്ല നിങ്ങൾക്ക് സൊലാന എക്കോസിസ്റ്റം മൊത്തം സ്കാൻ ചെയ്യണമെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ പോസിബിൾ. പിന്നെ ഇത് കൂടാതെ ഇവരുടെ പോർട്ട്ഫോളിയോ സെക്ഷൻ നമ്മളിപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് കോയിൻസ് മേടിക്കും. അപ്പോൾ ഇവരുടെ പോർട്ട്ഫോളിയോയിൽ പോയാൽ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള വാലറ്റുള്ള എല്ലാ കോയിൻസും അതിവിടെ എടുക്കുകയും നമ്മുടെ കറണ്ട് ബാലൻസ്, പ്രോഫിറ്റ്, ലോസ് ഇതെല്ലാം കാണിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ആക്സിയം എന്ന് പറയുന്ന ടൂൾസിനെ കുറിച്ചുള്ള ഒരു ക്വിക്ക് ഓവർവ്യൂ. ഈ ടൂളിൽ കുറേയധികം ഫീച്ചേഴ്സ് ഇനിയുണ്ട്. പക്ഷേ നമ്മുടെ പ്രധാന ഫോക്കസ് ഒരു കോയിൻ കിട്ടിയാൽ എങ്ങനെ മേടിക്കണം എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് ഈ വീഡിയോ തുടങ്ങിയത്. പിന്നെ ഇതൊരു നല്ല ടൂളായതുകൊണ്ട് എങ്ങനെ പല പല സെക്ഷൻസ് മോണിറ്റർ ചെയ്യണമെന്നും എങ്ങനെ അതൊന്ന് നല്ലത് ഫിൽട്ടർ ചെയ്യണം എന്നുള്ളതും കാണിച്ചു തന്നു എന്ന് മാത്രം. പിന്നെ ഫിൽറ്ററിങ് ക്രൈറ്റീരിയ നമ്മൾ എത്ര ചെയ്താലും ചില കോയിൻസ് ഒക്കെ അടിച്ചു പോകും. കാരണം ഈ മീം സെക്ഷനും ICM സെക്ഷനൊക്കെ അങ്ങനെയാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ജെംസ് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. ആ ജെംസ് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് അതിലും വലിയ യാഥാർത്ഥ്യം. അപ്പോൾ ഇതിൽ ടൈം സ്പെൻഡ് ചെയ്ത് കോയിൻസ് ഹണ്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതൊക്കെ അബ്സല്യൂട്ട്ലി യുവർ ചോയ്സ്. പക്ഷേ ഒരു അഡ്രസ്സ്, സൊലാനയിലുള്ള ഒരു അഡ്രസ്സ് കിട്ടിയാൽ അത് മേടിക്കുന്നതിനുള്ള ഏറ്റവും നല്ല ടൂള് ആസ് ഓഫ് നൗ ഞാൻ കണ്ടുപിടിച്ചത് ഇതാണ്. കാരണം ബാക്ക് എൻഡിൽ ഏത് ഡെക്സ് ആണ് എവിടെയാണെന്നൊന്നും നമ്മൾ അറിയണ്ട. ഫണ്ട് ലോഡ് ചെയ്യുക, ഒറ്റ ബട്ടൺ, ദർ ഇസ് നോ അപ്രൂവ്, നോ സൈൻ ഇൻ, നത്തിങ്. ജസ്റ്റ് 1 ക്ലിക്ക്, ഈവൻ 5 സെക്കൻഡ്സിനുള്ളിൽ വരെ അത് മേടിച്ച് വാലറ്റിലെത്തിക്കും. ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. ഒരു കാര്യമുള്ളത്, ഒരുമാതിരിപ്പെട്ട ഇതിലെ എല്ലാ കോയിൻസും റിസ്ക്കിയാണ്, 98% സ്കാംസും ആണ്. അപ്പോൾ റിസ്ക് മാനേജ് ചെയ്ത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് സ്കില്ല്. പിന്നെ നല്ല കോയിൻസ് കണ്ടുപിടിക്കുക എന്നുള്ളത് വെരി വെരി ടഫായിട്ടുള്ളൊരു സ്കില്ല്. അപ്പോൾ ഹാപ്പി മീം ഹണ്ടിങ്, ഹാപ്പി സൊലാന ജെം ഹണ്ടിങ്, ഹാപ്പി ട്രേഡിംഗ്. അപ്പോൾ ഈ ടൂളിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ നല്ല നല്ല കോയിൻസിനെ കുറിച്ചും നല്ല നല്ല നരേറ്റീവിനെ കുറിച്ചും ഉള്ള കിടിലൻ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ കൊടുക്കാൻ മറക്കണ്ട. പിന്നെ ഒരു കാര്യം കൂടി, ഇത്തരം കോൾസുകൾ നേരത്തെ കൊടുക്കുന്നത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ജോയിൻ ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ സൈനിങ് ഓഫ്. ഫെബിൻ ആൻഡ്രൂസ്.